الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله علمه الأسماء جميعا سبحان العاطي بعطاء أسكنه في الجنة لكن إبليس الخادع أغوى فأنزله الله إلى الأرض ليعمرها ويعيش قضاء أنزله الله إلى الأرض ليعمرها ويعيش قضاء خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله خلق الله أبانا آدم من حمأة طين سواه وبث به روحا سر من أسرار الله. അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് അറബിക്കടലിനോടും ഒമാൻ ഉൾക്കടലിനോടും ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ഒമാൻ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒമാൻ പണ്ട് മാഗൻ എന്ന സുമേറിയൻ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. BC 563 ഇവിടം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. അതിനുശേഷം സസാനിയൻ സാമ്രാജ്യത്തിന്റെ കീഴിലായി. AD 1-ാം നൂറ്റാണ്ടിൽ അറബി ഗോത്രങ്ങൾ ഒമാനിലേക്ക് കടന്നുവന്നു. ഇസ്ലാം അറേബ്യയിൽ ഉദയം കൊള്ളുമ്പോൾ ജുലൂൻദ രാജാവിന്റെ മക്കളായ അബ്ദും ജൈഫറുമാണ് ഒമാൻ ഭരിച്ചിരുന്നത്. ഇരുവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രവാചകന്റെ കത്ത് അംർ ഇബ്നുൽ ആസ് ആണ് അവർക്ക് കൈമാറിയത്. സത്യം ബോധ്യപ്പെട്ട ഇരുവരും ഉടനെ ഇസ്ലാം സ്വീകരിച്ചു. ഇത് ഹിജ്റ 6-ാം വർഷത്തിലാണെന്നാണ് പ്രബലാഭിപ്രായം. ഭരണാധികാരികൾ ഇസ്ലാം സ്വീകരിച്ചതോടെ തദ്ദേശീയരിൽ ഏറെക്കുറെ എല്ലാവരും ആ വഴി പിന്തുടർന്നു. നബിയുടെ മരണം വരെ അംർ ഇബ്നുൽ ആസ് പ്രബോധനാർത്ഥം ഒമാനിൽ തന്നെ തങ്ങി. 751 ഇസ്ലാമിന്റെ അവാന്തര വിഭാഗമായ ഖവാരിജുകളിൽപ്പെട്ട ഇബാദി മുസ്ലിങ്ങൾ ഒമാനിൽ ഒരു ഇമാം ഭരണം സ്ഥാപിച്ചു. മതമേധാവിയായ ഇമാമിന്റെ ആത്മീയ നേതൃത്വം എല്ലാ രംഗങ്ങളിലും അംഗീകരിക്കുന്ന ഭരണവ്യവസ്ഥയായിരുന്നു അത്. 1507 പോർച്ചുഗീസുകാർ മസ്കറ്റ് പിടിച്ചെടുത്തതോടെയാണ് ഒമാനിലേക്ക് അധിനിവേശം ആദ്യമായി കടന്നുവന്നത്. 1649 പോർച്ചുഗീസുകാരെ തുരത്തിയ ഒമാനികൾ ഇമാം സുൽത്താൻ ബിൻ സൈഫിന്റെ നേതൃത്വത്തിൽ രാജ്യവിസ്തൃതി വലുതാക്കാൻ തുടങ്ങി. 1679 ഇമാം മരിച്ചതോടെ ഒമാന്റെ ക്ഷീണകാലം തുടങ്ങി. ഒട്ടോമൻ തുർക്കികളായിരുന്നു
ഒമാനെ ഏറ്റവുമധികം ഭീഷണിപ്പെടുത്തിയത്. ആയിരത്തി 659 പോർച്ചുഗീസുകാരിൽ നിന്ന് മസ്കറ്റ് പിടിച്ചെടുത്ത അവരെ വർഷങ്ങൾക്കു ശേഷം 1741 തുരത്തിയോടിക്കാൻ ഒമാനികൾക്ക് കഴിഞ്ഞു. അഹമ്മദ് ബിൻ സയ്യിദിന്റെ നേതൃത്വത്തിലായിരുന്നു അത്. അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങുന്ന സുൽത്താൻ പരമ്പരയാണ് ഇന്നും ഒമാൻ ഭരിക്കുന്നത്. 1891 ഒമാൻ ബ്രിട്ടന്റെ സംരക്ഷിത പ്രദേശമായി മാറി. 1971 പൂർണ്ണ സ്വാതന്ത്ര്യം നേടുന്നതുവരെ തുടർന്ന് ബ്രിട്ടീഷ് വാഴ്ച. 1970 അന്നത്തെ സുൽത്താൻ സയ്യിദിന്റെ മകൻ കാബൂസ് പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുത്തു. സുൽത്താൻ സയ്യിദ് ലണ്ടനിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഒമാനെ ആധുനിക രാജ്യമാക്കി മാറ്റിയത് സുൽത്താൻ കാബൂസാണ്. പരമ്പരാഗത രാജവാഴ്ച നടപ്പുള്ള ഒമാനിൽ രാജ്യത്തിന്റെയും സർക്കാരിന്റെയും തലവൻ സുൽത്താനാണ്. മന്ത്രിസഭയെ സുൽത്താൻ തന്നെയാണ് നിയമിക്കുന്നത്. മരുഭൂമിയും താഴ്വരകളും പർവ്വതപ്രദേശവും തീരസമതലവും ചേർന്ന ഭൂപ്രകൃതിയാണ് ഒമാന്റേത്. രാജ്യത്തിന്റെ 82% മരുഭൂമി അപഹരിച്ചിരിക്കുന്നു. ഒമാൻ ഉൾക്കടലും അറബിക്കടലും റുബു ഉൽഖാലി മരുപ്രദേശവുമാണ് ഒമാനു ചുറ്റും. ഇത് രാജ്യത്തെ ഒരു ദ്വീപ് പോലെ ഏകാന്തമാക്കി തീർത്തിരിക്കുന്നു. കരമാർഗം മറ്റു നാടുകളിലേക്ക് പോകാൻ അനന്തമായ റുബു ഉൽഖാലി തടസ്സമായതിനാലാകണം പുരാതന കാലം മുതൽ ഒമാനികൾ നാവികരായത്. എന്നാൽ ഒമാനിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നുവന്നത് മാസിൻ ബിൻ ഗളൂബ എന്ന മഹാത്മാവാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. മസ്കത്തിൽ നിന്നും 100 കിലോമീറ്ററിലധികം യാത്ര ചെയ്ത് സമായിൽ എന്ന സ്ഥലത്താണ് മാസിൻ ബിൻ ഗളൂബയുടെ അന്ത്യവിശ്രമ സ്ഥാനം. മലം ചെരുവുകളും കാരക്കത്തോട്ടങ്ങളും കടന്നാണ് ഇവിടെ എത്തേണ്ടത്. മലഞ്ചെരുവിലെ ശാന്തത മുറ്റിനിൽക്കുന്ന ഭാഗത്താണ് മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ എത്തുമ്പോൾ ഏതാനും ഒമാനികളും സിയാറത്തിനായി അവിടെയുണ്ടായിരുന്നു. മാസിൻ ബിൻ ഗളൂബയുടെ മക്ബറയ്ക്ക് അല്പമകലെ വളരെ പഴമ തോന്നിക്കുന്ന പള്ളി ഞങ്ങളിൽ കൗതുകമുണർത്തി. നൂറ്റാണ്ടുകളായി സമുദ്രവ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒമാന്റെ ഹൃദയം മസ്കത്തായിരുന്നു. കൗറൂറി എന്ന് വിളിക്കപ്പെടുന്ന ആ നഗരത്തെ ഗ്രീക്കുകാരാണ് മസ്കത്ത് എന്ന് വിളിച്ചത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രാചീനമായ നഗരങ്ങളിലൊന്നാണിത്. AD 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ അവർ ഗ്രീസുമായി വ്യാപാരം നടത്തിയിരുന്നു.
വ്യാപാരം തന്നെയാണ് ഇന്ന് മസ്കറ്റിന്റെ നട്ടെല്ല്. ഈന്തപ്പഴം, മുത്ത്, മീൻ എന്നിവയാണ് പരമ്പരാഗത കയറ്റുമതി സാധനങ്ങൾ. ഒപ്പം കരകൗശല വസ്തുക്കളും. എണ്ണ കണ്ടെത്തിയതോടെ മസ്കറ്റ് നഗരം വളർച്ചയുടെ പടവുകൾ കയറാൻ തുടങ്ങി. മിന കാബൂസ് അഥവാ മത്ര തുറമുഖം മസ്കറ്റിലെ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രം മാത്രമല്ല, പേർഷ്യൻ ഗൾഫിനും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുമിടയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രം കൂടിയാണ്. തീവണ്ടി ഗതാഗതമില്ലാത്ത ഒമാനിൽ മികച്ച റോഡ് ശൃംഖലയുണ്ട്. മാംസവും അരിയുമാണ് ഒമാനികൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണം. ഉച്ചയൂണ് സമൃദ്ധമായി കഴിക്കുകയാണ് ഒമാനികളുടെ രീതി. വെണ്ണ, തേൻ, മുട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഹൽവ ഒമാനികൾക്ക് പ്രിയപ്പെട്ട മധുരപലഹാരമാണ്. ഏലക്കയിട്ട് തിളപ്പിച്ച കഹ്വയാണ് ഇഷ്ടപാനീയങ്ങളിലൊന്ന്. ഒമാനിന്റെ ചരിത്രവും പൈതൃകവും അഭിമാനകരമായ വളർച്ചയുമൊക്കെ അനാവരണം ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രദർശനം മസ്കറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു. കച്ചവടവും ആസ്വാദനവുമാണ് പ്രധാന ലക്ഷ്യമെങ്കിലും രാജ്യത്തിന്റെ ഇന്നലകളെ കൃത്യമായി വരച്ചിടുന്നതിന് സംഘാടകർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ കാഴ്ചകൾ ബോധ്യപ്പെടുത്തി. നാടോടികളും ബതുക്കളുമായിരുന്ന അറബികളുടെ ആധുനികതയിലേക്കുള്ള വളർച്ച അമ്പരപ്പിക്കുന്നതാണെന്ന് തെളിയിക്കുന്ന പ്രദർശനങ്ങളാണ് ഇവിടെയും. നാടോടിപ്പാട്ടുകളും പാരമ്പര്യ നൃത്തവും ഗ്രാമീണ ദൃശ്യങ്ങളുമെല്ലാം വിവിധ സ്റ്റാളുകളിൽ പുനർജനിച്ചിരുന്നു. നമ്മുടെ പഴയകാല ഓത്തുപള്ളികളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയും കാണാനായി. ഒരു ഉസ്താദിന്റെ ചുറ്റുമിരുന്ന് കുട്ടികൾ പഠിക്കുന്ന രംഗം ഏറെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുന്ന രീതിയും കാളകളെ ഉപയോഗിച്ച് കൃഷിസ്ഥലത്തേക്ക് വെള്ളമെത്തിക്കുന്നതിന്റെ പുനരാവിഷ്കാരവും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതായിരുന്നു. ചരിത്രത്തെ യഥാവിധി വായിക്കാൻ മറന്നവർ അതിന്റെ അഭിശപ്തമായ ആവർത്തനത്തിന്റെ ഇരകളായിത്തീരും. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പാഠമാണ്. ചരിത്രത്തെ വായിച്ചും ഉൾക്കൊണ്ടും മുന്നേറുന്നവർക്ക് ദുരന്തപൂർണമായ ആവർത്തനങ്ങളെ നേരിടേണ്ടി വരില്ല. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള നഗരത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ശേഷിപ്പുകൾ പുതുതലമുറയ്ക്ക് പാഠമാണ്. വിശുദ്ധ ഖുർആൻ ചരിത്ര വസ്തുതകളെ പരാമർശിച്ചുകൊണ്ടാണ് ഉദ്ബോധനങ്ങൾ നടത്തുന്നത്. തുല്യതയില്ലാത്ത ധനാഢ്യരായിരുന്നു ആദ് സമൂഹമെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു.
جميعا في العباد الصالحين وارض عنا واعف عنا وأجرنا أجمعين ربي وادخلنا جميعا في العباد الصالحين وارض عنا واعف عنا وأجرنا. വിശുദ്ധ ഖുർആന്റെ ചരിത്ര പരാമർശങ്ങളിൽ നിരവധി തവണ ആദ് സമൂഹത്തിന്റെ നാശത്തെക്കുറിച്ച് പറയുന്നു. നൂഹ് നബിയുടെ ജനതതിക്ക് ശേഷമാണ് ആദ് വിഭാഗത്തിന്റെ രംഗപ്രവേശം. ഏകദൈവ ആരാധനയെയും കുറിച്ച് ഹൂദ് നബി ജനങ്ങളോട് ശക്തമായ ഭാഷയിൽ പ്രബോധനം ചെയ്തു. ഖലർ മൗത്തിനും മഗ്രിബിനും ഇടയിലുള്ള സ്ഥലം അക്കാലത്ത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഗ്രീക്ക് ക്ലാസിക്കൽ എഴുത്തുകാർ ഈ പ്രദേശത്തിന്റെ കീർത്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിസമ്പന്നതയുടെ സുഖജീവിതങ്ങൾക്ക് താക്കീതായി ഹൂദ് നബി എത്തി. അക്രമവും അനീതിയും അവസാനിപ്പിച്ച് ഏകദൈവത്തെ ആരാധിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അപേക്ഷിച്ചു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, وَإِلَى عَادٍ أَخَاهُمْ هُودًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ إِنْ أَنْتُمْ إِلَّا مُفْتَرُونَ يَا قَوْمِ لَا أَسْأَلُكُمْ عَلَيْهِ أَجْرًا إِنْ أَجْرِيَ إِلَّا عَلَى الَّذِي فَطَرَنِي أَفَلَا تَعْقِلُونَ وَيَا قَوْمِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيَزِدْكُمْ قُوَّةً إِلَى قُوَّتِكُمْ وَلَا تَتَوَلَّوْا مُجْرِمِينَ. ആദുവർഗത്തിലേക്ക് നാം അവരുടെ സഹോദരൻ ഹൂദിനെ നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, അല്ലാഹുവിന് ആരാധന ചെയ്യുവിൻ, അവനല്ലാതെ ആരാധ്യനില്ല. നിങ്ങൾ വ്യാജദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. ജനങ്ങളെ, എന്റെ ദൗത്യത്തിന് യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളിൽ നിന്ന് കാക്ഷിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം എന്റെ സ്രഷ്ടാവ് നൽകും. നിങ്ങൾ ബുദ്ധിപൂർവം ചിന്തിക്കാത്തതെന്താണ്? ജനങ്ങളെ, നിങ്ങൾ രക്ഷിതാവിനോട് മാപ്പ് ചോദിക്കുക, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. രക്ഷിതാവ് നിങ്ങൾക്കുമീതെ ആകാശകവാടങ്ങൾ തുറന്നിടും. നിങ്ങളെ അവൻ കൂടുതൽ ശക്തന്മാരാക്കും. നിങ്ങൾ ധിക്കാരികളായി പിന്തിരിയാതിരിക്കുവിൻ. അധ്യായം 11 ഹൂദ് സൂറത്ത് 50 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ധിക്കാരികളായ ജനങ്ങൾ പ്രവാചകന്റെ വാക്കുകൾ മുഖവിലേക്കെടുത്തില്ല. തങ്ങളുടെ ഇഷ്ടാനുസരണം ജീവിച്ചു. ഭൂമിയിൽ സ്വർഗങ്ങൾ പണിത് ആസ്വദിച്ചു.
അവരുടെ വാസസ്ഥലം തന്ത്രപ്രധാന കേന്ദ്രമായിരുന്നു. കുന്തിരിക്കം ഏറ്റവുമധികം ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രദേശം. അക്കാലത്ത് കുന്തിരിക്കത്തിന് സ്വർണത്തിന്റെ വിലയായിരുന്നു. ഇന്ത്യയിലേക്കും മെസപ്പൊട്ടാമിയയിലേക്കും ഗ്രീക്കിലേക്കും ചൈനയിലേക്കും കുന്തിരിക്കം കയറ്റുമതി ചെയ്യപ്പെട്ടു. ധനാഢ്യരായ ആദ് സമൂഹം അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ പണിതു. അവർ സ്രഷ്ടാവിനെ ധിക്കരിച്ച് ജീവിച്ചു. പ്രവാചകനെ അധിക്ഷേപിച്ചു. അവർ തങ്ങളുടെ വ്യാജദൈവങ്ങളെ ഉപേക്ഷിക്കാൻ ഒരുക്കമായിരുന്നില്ല. ഹൂദ് പ്രവാചകന്റെ മുന്നിൽ ആദ് സമൂഹം നിരവധി അന്യായവാദങ്ങൾ ഉന്നയിച്ചു. ആദ് സമൂഹത്തിന്റെ വാക്കുകളെ ഖുർആൻ ഉദ്ധരിക്കുന്നു. قالوا يا هود ما جئتنا ببينة وما نحن بتاركي آلهتنا عن قولك وما نحن بتاركي آلهتنا عن قولك وما نحن لك بمؤمنين إن نقول إلا اعتراك بعض آلهتنا بسوء قال إني أشهد الله واشهدوا أني بريء مما تشركون. അവർ മറുപടി കൊടുത്തു, ഹൂദേ, നീ ഞങ്ങളുടെ മുന്നിൽ ഖണ്ഡിതമായ തെളിവുകളൊന്നും കൊണ്ടുവന്നില്ല. നീ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വന്തം ആരാധ്യന്മാരെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നവരല്ല. നിനക്ക് ഞങ്ങളുടെ ദൈവങ്ങളിൽ ആരുടെയോ ബാധയേറ്റിരിക്കുന്നു. പ്രവാചകന്റെ വാക്കുകൾ സ്വീകരിക്കാതെ അവർ അഹങ്കാരികളായി ജീവിച്ചു. സ്രഷ്ടാവിന്റെ സന്ദേശം ഞാൻ നിങ്ങളിലെത്തിച്ചു. അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവശിക്ഷ ലഭിക്കുമെന്ന് ഹൂദ് നബി മുന്നറിയിപ്പ് നൽകി. പരമകാരുണികനായ സ്രഷ്ടാവ് സകല വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനാണ്. നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും അവന് സാധിക്കുമെന്ന് അവരെ ഉണർത്തി. എന്നാൽ എന്നേക്കുമായി ജീവിക്കാൻ വേണ്ടി അവർ വലിയ വലിയ വീടുകൾ പണിതു. ദൈവദൂതന്റെ സന്ദേശം ധിക്കരിച്ചവർക്ക് ശക്തമായ ശിക്ഷ തന്നെ ലഭിച്ചു. ഖുർആൻ അധ്യായം 69 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അല്ലാഹു പറയുന്നു, وَأَمَّا عَادٌ فَأُهْلِكُوا بِرِيحٍ صَرْصَرٍ عَاتِيَةٍ سَخَّرَهَا عَلَيْهِمْ 7 لَيَالٍ و8 أَيَّامٍ حُسُومًا فَتَرَى الْقَوْمَ فِيهَا صَرْعَىٰ كَأَنَّهُمْ أَعْجَازُ نَخْلٍ خَاوِيَةٍ فَهَلْ تَرَى لَهُم مِّن بَاقِيَةٍ. ആദുവംശം അതിരൂക്ഷമായി ചീറിയടിക്കുന്ന കൊടുങ്കാറ്റിനാൽ ഉന്മൂലനം ചെയ്യപ്പെട്ടു. തുടർച്ചയായി 7 രാവും 8 പകലും കൊടുങ്കാറ്റിനെ അവരുടെ മേൽ വർഷിച്ചു. ആദുവംശം ദ്രവിച്ച ഈന്തപ്പനത്തടികളെപ്പോലെ വീണുകിടക്കുന്നത് കാണാമായിരുന്നു. അവരിൽ ആരെങ്കിലും അവശേഷിച്ചതായി കാണുന്നുണ്ടോ? ധിക്കാരികളായ ജനങ്ങളെ നശിപ്പിച്ച അല്ലാഹു സന്മാർഗികൾക്ക് സംരക്ഷണവും നൽകി കൊടുങ്കാറ്റിൽപ്പെടാതെ ഹൂദ് നബിയെയും സത്യവിശ്വാസികളെയും സംരക്ഷിച്ചതായി ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. وَلَمَّا جَاءَ أَمْرُنَا نَجَّيْنَا هُودًا وَالَّذِينَ آمَنُوا مَعَهُ بِرَحْمَةٍ مِّنَّا وَنَجَّيْنَاهُم مِّنْ عَذَابٍ غَلِيظٍ. പിന്നീട് നമ്മുടെ വിധി സമാഗതമായപ്പോൾ ഹൂദിനെയും സത്യവിശ്വാസികളെയും നാം നമ്മുടെ കാരുണ്യത്താൽ രക്ഷപ്പെടുത്തി. ചരിത്രരേഖയായി ഖുർആൻ ജനങ്ങൾക്കു മുമ്പിൽ ഈ താക്കീദിനെ അവതരിപ്പിക്കുന്നു. ചരിത്രം സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദിശാസൂചികയായി നിലനിൽക്കും.
ربي وادخلنا جميعا في العباد الصالحين ആദ് സമൂഹത്തിന്റെ ഈ ദുരന്ത ഭൂമി ഒമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. وأجرنا أجمعين من عذاب في جهنم أرصدت للمجرمين من عصاة فاسقين وعتاة كافرين خذ يمينا خذ يمينا عن سبيل الناكبين واتق الله تعالى عما قال الملحدين خذ يمينا خذ يمينا عن سبيل الناكبين. This is Obar, the lost city of Obar, and this is before long time there is a famous story about Obar or here Bedouin in the night they make fire and they stay around this fire and they talk about Obar and they said this is rich people, they make nice building here and after that there's something problem for Allah, they make some problem and this is clips and fell down. So many story like this and you know why this is famous Obar, because the people here they sells frankincense and frankincense before like oil or like gold. Before some people they said maybe 1 kilo frankincense like 1 kilo gold. So this is the important. Camel maybe like 2,000 camel. They take frankincense from Obar then across Rub al Khali, empty quarter, dunes, from here to Saudi Arabia and to Cairo, to Roma, to many countries like this. خذ يمينا خذ يمينا عن سبيل الناكبين واتق الله تعالى. മസ്കത്തിൽ നിന്നും 800 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. خذ يمينا خذ يمينا عن سبيل ഇതിൽ 300ഓളം കിലോമീറ്റർ മരുഭൂമിയിലൂടെയായിരുന്നു യാത്ര. تعالى عما قال الملحدين خذ يمينا خذ يمينا عن سبيل الناس. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ പുരാതന നഗരം 1991 വീണ്ടെടുക്കപ്പെട്ടു. عما قال الملحدين الإله الحق رب العرش رب العالمين നിരവധി പരിശ്രമങ്ങൾക്കൊടുവിലാണ് 12 മീറ്ററിലധികം ഉയരത്തിൽ മണൽ മൂടപ്പെട്ടു കിടന്ന പ്രദേശം കണ്ടെത്തിയത്. പുരാതന നഗരത്തിന്റെ ശേഷിപ്പുകൾ അന്വേഷിച്ചു പോയവരുടെ വഴി ദുഷ്കരമായതിന്റെ ഭൂമിശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ ഉബാറിലേക്കുള്ള യാത്ര ബോധ്യപ്പെടുത്തി. വിജനമായ മരുഭൂമി, ചരിത്രത്തിലെ റുബുൽ ഖാലിയുടെ വൈഷമ്യതകൾ ഇന്നും ഈ പ്രദേശം ഒരളവിൽ സൂക്ഷിക്കുന്നു. 200 meter, more than 200 meter. This is like Atlantis sand dunes in the desert. So this is a big desert in all world. So many tourists visit and they like climb these dunes and see. وغفار الخطايا هو خير الراحمين. ബദവികളുടെ ചൊൽക്കഥകളിൽ ആദ് സമൂഹത്തിന്റെ ധാർഷ്ട്യം പ്രധാന വിഷയമായിരുന്നു. സുഖസമൃദ്ധിയുടെ രമ്യഹർമ്മ്യങ്ങളും ജലസ്രോതസ്സും പുൽമേടുകളും സ്വന്തമാക്കിയവർ ധിക്കാരികളായി ജീവിച്ചു.
വിശുദ്ധ ഖുർആൻ 26 അധ്യായത്തിൽ 128 മുതൽ 135 വരെയുള്ള വാക്യങ്ങളിൽ അല്ലാഹു പറയുന്നു: أتبنون بكل ريع آية تعبثون وتتخذون مصانع لعلكم تخلدون وإذا بطشتم بطشتم جبارين فاتقوا الله وأطيعون واتقوا الذي أمدكم بما تعلمون أمدكم بأنعام وبنين وجنات وعيون إني أخاف عليكم عذاب يوم عظيم. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വൃഥാ സ്മാരക സൗധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഗംഭീര കൊട്ടാരങ്ങളും പണിയുന്നുവല്ലോ. അനന്തകാലം വസിക്കാനുള്ളതുപോലെ. ആരെയെങ്കിലും ദ്രോഹിക്കുമ്പോൾ നിഷ്ഠൂരമായി ദ്രോഹിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുവിൻ, എന്നെ അനുസരിക്കൂ. നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം നൽകിയവനെ ഭയപ്പെടുവിൻ. നിങ്ങൾക്ക് കാലികളെ നൽകി, സന്താനങ്ങളെ നൽകി, തോട്ടങ്ങൾ നൽകി, ഉറവകൾ നൽകി. ഞാൻ നിങ്ങളുടെ മേലുള്ള ശിക്ഷയെ ഭയപ്പെടുന്നു. കുന്തിരിക്ക കച്ചവടത്തിന്റെ യാത്രാവഴിയിൽ ആകെയുണ്ടായിരുന്ന ജലസ്രോതസ് ആദ് വിഭാഗത്തിന്റെ അധീനതയിലായിരുന്നു. തൊലിയുരുകുന്ന ചൂടിലൂടെയും ദുർഘടമായ മണൽക്കാടുകളിലൂടെയുമുള്ള യാത്രയിൽ 400 മൈൽ അകലത്തിൽ മറ്റെവിടെയും വെള്ളമുണ്ടായിരുന്നില്ല. ഉബാർ കച്ചവട സംഘങ്ങളുടെ വിശ്രമ കേന്ദ്രമായിരുന്നു. എന്തു വില നൽകിയും യാത്രാ സംഘങ്ങൾ വെള്ളം വാങ്ങി. നാനൂറ് മൈൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഏതൊരു സംഘത്തിന്റെയും കരുതൽ വെള്ളശേഖരം തീർന്നു പോകും. ഒരു നിധി പോലെ ലഭ്യമായ വെള്ളം അന്യായ വിലയ്ക്ക് അവർ വിൽപ്പന നടത്തി. ആശ്ചര്യജനകമായ അറബി കഥകളിലെല്ലാം വെള്ളത്തിന്റെ ഉറവിടം പൊലിമയോടെ നിലനിന്നു. അറബി കഥകളിലെ പരാമർശങ്ങളിലൂടെയാണ് ഉബാറിനെക്കുറിച്ചുള്ള ആദ്യകാല അന്വേഷണങ്ങൾ പുരോഗമിച്ചത്. ബ്രിട്ടീഷ് പര്യവേക്ഷകനായ ബട്രാം തോമസാണ് ആധുനിക കാലത്തെ അറിയപ്പെടുന്ന ആദ്യ അന്വേഷകൻ. ആയിരത്തി 1930 നജത്ത് കടന്ന് അദ്ദേഹം ലോഫാർ മരുഭൂമി വരെ എത്തിയെങ്കിലും ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉബാറിലേക്കുള്ള വഴി അടയാളപ്പെടുത്തിയ അദ്ദേഹം വിശാലമായ മണൽക്കാടുകളിൽ എവിടെയോ ആണ് പഴയ നഗരമെന്ന് നിരീക്ഷിച്ചു.
الصالحين وارض عنا واعف عنا. അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ ഉബാറിനെ അറ്റ്ലാന്റിസ് ഓഫ് സയൻസ് എന്നാണ് വിളിച്ചത്. അന്വേഷണങ്ങൾക്കൊടുവിൽ നിരാശയോടെ അദ്ദേഹത്തിന് ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു. വിജയഭേരി മുഴക്കിയ അന്വേഷണ സംഘം ഇവിടെയെത്തിയത് 1990 വേനൽക്കാലത്താണ്. നിക്കോളാസ് ക്ലാപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഡോക്ടർ ജോറിസ്, ജോർജ് ഹെഡ്ജസ്, റെനൽഫ് ഫീനസ്, ഡോക്ടർ റോൺ ബ്ലോം തുടങ്ങിയവരാണുണ്ടായിരുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങളുടെയും അത്യാധുനിക റഡാർ സംവിധാനങ്ങളുടെയും പിൻബലത്തിലാണ് പര്യവേക്ഷണം പുരോഗമിച്ചത്. എന്നാൽ 1991 ഗൾഫ് യുദ്ധം വന്നതോടെ പര്യവേക്ഷണം കുറച്ചുകാലത്തേക്ക് നിർത്തേണ്ടി വന്നു. 1991 ശരത്കാലത്ത് തന്നെ തിരിച്ചെത്തിയ സംഘത്തിന്റെ കയ്യിൽ കൂടുതൽ വ്യക്തതയുള്ള ഉപഗ്രഹ ചിത്രങ്ങളുണ്ടായിരുന്നു. ഇതുപയോഗിച്ചുള്ള അന്വേഷണം ഫലം കണ്ടു. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ജലസ്രോതസ്സും കണ്ടെത്തി. കൂടുതൽ പര്യവേക്ഷണം നടത്തിയപ്പോൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും പാത്രങ്ങളും നാണയങ്ങളും കുഴിച്ചെടുക്കാൻ സാധിച്ചു. സഹസ്രാബ്ദങ്ങളുടെ കഥ പറയുന്ന ശേഷിപ്പുകൾ ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു സമൂഹത്തിന്റെ അടയാളമായിരുന്ന ജലനിധിയിൽ നിന്ന് ഈ പ്രദേശത്തെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചരിത്രത്തിന്റെ മുദ്രകൾ ശേഷിക്കുന്നിടത്ത് വീണ്ടെടുക്കപ്പെട്ടതിന്റെ ഐശ്വര്യമൊന്നും കാണുന്നില്ല. വളരെ ദൂരം മരുഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതിനാൽ അധികമാരും ഇതുവഴി വരാറില്ല. നാശം സംഭവിച്ച ആ സമൂഹം നാമാവശേഷമാക്കപ്പെട്ടു. എന്നാൽ കാലത്തിന്റെ കാൽപ്പാടുകൾ വീണ ഈ പ്രദേശം കാലാതീതമായ മുന്നറിയിപ്പായി ശേഷിക്കുന്നു. ആദ് സമൂഹത്തിൽ നിരവധി ഗോത്രവർഗങ്ങൾ ജീവിച്ചിരുന്നു. വീണ്ടെടുക്കപ്പെട്ട ഈ പ്രദേശം ഇറം ഗോത്രത്തിന്റെ താമസ സ്ഥലമായാണ് അറിയപ്പെടുന്നത്. ഹൂദ് നബിയുടെ മകനായ ആബിറിന്റെ മക്ബറ സലാലയിൽ പ്രധാന ടൗണിൽ നിന്നും അല്പം മാറി
മരുഭൂമിയിൽ കാണാവുന്നതാണ്. നരച്ചുകിടക്കുന്ന മണൽപ്പരപ്പിൽ ഒട്ടകങ്ങൾ മേഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഒരു വെള്ള പൊട്ടുപോലെ തോന്നും ദൂരെ നിന്ന് നോക്കുമ്പോൾ മക്ബറയുടെ കെട്ടിടം. അടുത്തായി മറ്റൊരു കെട്ടിടവുമില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണിത്. ബുദ്ധിമാന്ദ്യമുള്ളവരുടെ കഷ്ടപ്പാടുകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കു വേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം മഅദിൻ ആരംഭിച്ചത്. മാനസിക വൈകല്യം ബാധിച്ചവരുടെ യാതനകളും വേദനകളും കാണാനും അവരെ പുത്തൻ ജീവിത വഴിയിലേക്ക് ആനയിക്കാനും സ്ഥാപനത്തിന് പദ്ധതികളുണ്ട്. ജീവിതധർമ്മവും ശാരീരിക ഗുണങ്ങളും ഇവിടെ അപ്രസക്തമാവുന്നു. ബോധത്തിനപ്പുറമുള്ള ലോകമാണ് ഇവരുടേത്. ഇവിടെ മനുഷ്യപ്പറ്റിനും കരുണയ്ക്കും മാത്രമാണ് പ്രസക്തി. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രത്തിലെത്തുന്ന നൂറുകണക്കിന് അപേക്ഷകരെയെല്ലാം ഉൾക്കൊള്ളാനാവുന്നില്ല. പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലും ഇവർക്കു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവശീലനവും ശിക്ഷണവുമാണിവിടെ പ്രധാനം. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ വൈകല്യത്തിന്റെ ചാപല്യങ്ങൾ മാറ്റിയെടുക്കാനാവുകയുള്ളൂ. ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവുമെല്ലാം മഅദിൻ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചും നിരീക്ഷണ പാടവം വർദ്ധിപ്പിച്ചും ഈ ദൈന്യ ജീവിതങ്ങളെ മഅദിൻ കൈപിടിച്ചുയർത്തുന്നു. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണിവിടെ. സ്നേഹപൂർണമായ പരിചരണവും പരിശീലനവും ഈ കുട്ടികളിൽ ഊർജവും ഉത്സാഹവും നിറയ്ക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ കളിച്ചിരിയും കിനാക്കളും നിറയുന്നു. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് മഅദിൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ണീർ കയത്തിൽ നിന്നും കരകയറ്റുന്നത്. ഇത്തരത്തിലുള്ള
ആർക്കെങ്കിലും കൈത്താങ്ങാകാൻ ഭാഗ്യം സിദ്ധിച്ചവർ ധന്യരായി. ഈ നിസ്സഹായരായ കുഞ്ഞുങ്ങൾക്ക് അന്നവും അറിവും നൽകുന്ന കാരുണ്യ യജ്ഞത്തിന് സഹൃദയരുടെ പിന്തുണ തേടുന്നു. ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചിലവുകൾക്ക് 13,500 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, മഹദിൻ ക്യാമ്പസ്, സൊലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 04832 738343, 04832 737076.